ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങിയ പ്രോസിക്യൂഷനും കുട്ടിയുടെ പിതാവും വിധി റദ്ദാക്കണമെന്നും പുനർവിചാരണ വേണമെന്നും മാതാപിതാക്കളും ആവശ്യപ്പെട്ടു. അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും പ്രതി അർജുൻ തന്നെയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി. കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും തങ്ങളുടെ മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് അർജുനാണെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ. പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. നിലവിലെ വിധി റദ്ദ് ചെയ്ത് പുനർവിചാരണ വേണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇല്ല, നമുക്ക് ഈ വിധിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത് പ്രതി തയ്യാറാക്കി കൊടുത്ത് അവിടെ വാദം എന്താണ് പറഞ്ഞത് അത് തന്നെയാണ് അവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഈ ജഡ്ജ് ഈ റിപ്പോർട്ടിന് നമ്മൾ റദ്ദ് ചെയ്തുകൊണ്ട് അടുത്ത് മേൽ നടപടിയായിട്ട് ഈ വാളയാർ കേസ് പോലെ തന്നെ നമുക്കത് പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ട് കേസ് വീണ്ടും ഈ FIR നിലനിർത്തിക്കൊണ്ട് കേസ് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കുടുംബങ്ങളും ഞാനും കൂടെ മുമ്പോട്ട് പോകുന്നത്. അടുത്ത് മേൽക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പീൽ നൽകാനായിട്ട് ഇപ്പം ആലോചിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ അപ്പീൽ കൊടുക്കും. കേസിൽ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു. അടുത്ത നടപടി അപ്പീൽ സമർപ്പിക്കും ഹൈക്കോടതിയിൽ. വലിയ താമസമില്ലാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ സമർപ്പിക്കും. തെളിവുകളുടെ അഭാവം ഉണ്ടായിട്ടില്ലെന്നും വിരൽ അടയാള വിദഗ്ധരും സയന്റിഫിക് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നുവെന്നും സംഭവം നടന്ന ദിവസം തന്നെ വീട്ടിൽ എത്തിയിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ജൂൺ 30 അന്ന് വൈകുന്നേരം ഒരു ബലസൂചന കേസായിരുന്നു. അന്ന് ഈ കുട്ടിയെ വൈകിട്ട് സംഭവിച്ചതിന് ആശുപത്രി കൊണ്ടുപോയിരുന്നു. അന്ന് തന്നെ ഈ സംഭവം നടന്ന ഈ ക്വാർട്ടേഴ്സിലെത്തി അത് ഡെമ്പോസ് ചെയ്തതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഇൻക്വസ്റ്റ് നടത്തി മറ്റ് മഹസർ തയ്യാറാക്കിയതും മറ്റ് ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ തന്നെ ആരംഭിച്ചു. പുനരന്വേഷണം വേണമെന്ന് പ്രതിഭാഗം ആവശ്യം ഉന്നയിച്ചെങ്കിലും അതിനുള്ള ഒരു സാധ്യതയും ഇപ്പോഴുള്ള തെളിവുകൾ വെച്ചില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ജനം, ഇടുക്കി.